നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഇന്നെനിക്ക് അച്ഛന്റെ അമ്മയുടെ ഒപ്പം കിടക്കണം, കഥകൾ പറയണം, അച്ഛൻ പറയണ കഥകൾ കേൾക്കണം, എന്നിട്ട് സത്യമോക്ക് ഉറങ്ങണം. എന്റെ മോളെ, നിന്റെ മനസ്സിൽ നീ കണക്ക് കൂട്ടി വെച്ചിരിക്കുന്ന ആഗ്രഹങ്ങൾ കാണുമ്പോ ഇടനെഞ്ച് പൊട്ടുക. മോളെ, സത്യയുടെ അച്ഛനാണോ അത്? അതെ അച്ഛാ. മൊമെന്റോ വാങ്ങിച്ചോണ്ടാ പോയത്. ശാരദാമ്മേ, ഒരു സർപ്രൈസ് ഉണ്ട്. ഇപ്പൊ കാണിച്ചു തരാവേ. ദേ കണ്ട, ഇത് എനിക്ക് കിട്ടിയ മൊമെന്റോയാ. ആഹാ, കൊള്ളാലോ. അമ്മ വന്നില്ലേ ശാരദാമ്മേ? ഇല്ല മോളെ, ഓഫീസിൽ തിരക്കുണ്ടാവും. ഷോ, അച്ഛൻ പോവാൻ ധൃതി കൂട്ടുവാ. അമ്മ വന്നിരുന്നെങ്കി അച്ഛനും അമ്മയും കൂടെ ഒരുമിച്ചിരിക്കുന്ന ഒരു ഫോട്ടോ എനിക്ക് എടുക്കായിരുന്നു. ഇനി ആരെങ്കിലുമൊക്കെ അച്ഛനില്ലാത്ത കൊച്ചെന്ന് പറഞ്ഞ് കളിയാക്കുമ്പോ എനിക്ക് അവർക്ക് കാണിച്ചു കൊടുക്കാലോ, ഇതെന്റെ അച്ഛൻ, ഇതെന്റെ അമ്മ എന്ന്. മോളെ, അതൊക്കെ പിന്നെ ഒരു ദിവസമാകാം. ഇപ്പൊ തന്നെ ഒരുപാട് വൈകി. ഇനിയും താമസിച്ച അച്ഛന് ഓഫീസില് അച്ഛന്റെ പൊന്നു മോളല്ലേ, അച്ഛൻ പോയിട്ട് വരാം. ശരിയാ, തിരക്കുണ്ടെങ്കിൽ അച്ഛൻ പോയിട്ട് വരട്ടെ മോളെ. അച്ഛൻ ഇനിയും വരുമല്ലോ, അപ്പൊ അമ്മയുടെ ഒപ്പം നിന്ന് ഫോട്ടോ എടുക്കാം. അതല്ല, കുറച്ചു നേരം കൂടെ നിക്കച്ചാ. അമ്മ ഇപ്പൊ വരും, എന്തായാലും അച്ഛൻ വന്നതല്ലേ. നമുക്ക് 3 പേർക്കും കൂടി ഒന്ന് പുറത്തൊക്കെ പോയി ഫുഡൊക്കെ കഴിച്ചിട്ട് ഒന്ന് കറങ്ങിട്ടൊക്കെ പോവാ അച്ഛാ. സത്യമോളുടെ കൊറേ നാളത്തെ ആഗ്രഹങ്ങളാ അതൊക്കെ. അച്ഛൻ വന്നിട്ട് ഓരോന്നോരോന്നായി ചെയ്യാന്ന് വെച്ചിരിക്കുകയായിരുന്നു. മോളെയും കൊണ്ട് പുറത്തു പോകണമെന്നും റെസ്റ്റോറന്റിൽ പോയിരുന്ന് ഭക്ഷണം കഴിക്കണമെന്നൊക്കെ അച്ഛന് ആഗ്രഹമുണ്ട്. പക്ഷെ ഇതിപ്പോ ഒന്നും സാധിക്കുന്നില്ലല്ലോ അച്ഛൻ്റെ ഈ തിരക്ക് കാരണം. കുറച്ച് ദിവസത്തേക്ക് അച്ഛൻ ലീവ് ചോദിക്കുന്നുണ്ട് കമ്പനിയിൽ നിന്ന്. എന്നിട്ട് ഒരാഴ്ച ഇവിടെ വന്ന് നിന്നിട്ട് സത്യമോള് പറഞ്ഞതുപോലെ എല്ലാ സ്ഥലത്തും നമ്മൾ പോവും. പാർക്കില്, ബീച്ചില്, വെള്ളച്ചാട്ടം കാണാൻ പോണം, പിന്നെ സൂയിലും. അതെ, വെള്ളച്ചാട്ടം, സൂയില്, അങ്ങനെ കറങ്ങാവുന്ന സകലമാന സ്ഥലത്തും നമ്മൾ പോവും. പക്ഷെ അത് അടുത്ത പ്രാവശ്യം എടുക്കുന്ന ഒരു ലോങ് ലീവിലെ പറ്റൂ. സത്യമാണോ ഈ പറയുന്നതൊക്കെ? പിന്നെ സത്യമല്ലാതെ. ഇപ്പൊ തന്നെ അച്ഛൻ വരൂന്ന് പറഞ്ഞിട്ട് അച്ഛൻ വന്നില്ലേ, അതുപോലെ അന്നും വരും. ഇത്രയും നാൾ അവള് ജീവിച്ചതും
അവന്റെ കൂടെ ആയിരിക്കും. അവന് മനസ്സിൽ കുടിയിരുത്തിക്കൊണ്ടായിരുന്നു വിഷ്ണുവിനോട് കാണിച്ച സ്നേഹവും പ്രേമവും ആത്മാർത്ഥതയെല്ലാം അവള് വഞ്ചിക്കുകയായിരുന്നു, ചതിക്കുകയായിരുന്നു. ഇവൾക്കിത് എങ്ങനെ എന്നോട് കാണിക്കാൻ തോന്നി? ശാലിനി അറിയാതെ ഒരിക്കലും അവൻ അവിടെ വരില്ല. ദൈവമായിട്ടാ ഇവനെ ഇപ്പൊ കൺമുമ്പിൽ കൊണ്ട് കാണിച്ചു തന്നത്. ഇല്ലെങ്കിൽ സ്നേഹം നടിച്ചുള്ള അവളുടെ ചതിക്ക് മുമ്പില് എന്റെ മകൻ പെട്ടുപോയേനെ. എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം കിട്ടിയിരിക്കുന്നു. ഒരുപാട് കള്ളത്തരങ്ങൾ അവൾ മനസ്സിൽ കൊണ്ട് നടക്കുന്നുണ്ട്. എന്ത് ന്യായീകരണം പറഞ്ഞാലും പൊറുക്കാനാവാത്ത തെറ്റാ. സത്യയുടെ അച്ഛൻ ആരാണെന്നുള്ള ചോദ്യത്തിന് അവള് തന്നെ ഒടുവിൽ ഉത്തരം കാണിച്ചു തന്നിരിക്കുന്നു. അവൾ ഇത്രയും നാളും പറഞ്ഞതെല്ലാം പച്ച കള്ളവ. യഥാർത്ഥ സത്യങ്ങൾ മറനീക്കി ഈശ്വരൻ തന്നെ കാണിച്ചു തന്നിരിക്കുന്നു. ഇവനെ കല്യാണം കഴിച്ച് ഡൽഹിയിൽ താമസിച്ചിട്ടാ ഇവിടെ എന്റെ മകനെ കൂടെ കൂട്ടാൻ ഇവള് ഓടി നടന്നത്. സത്യം എന്റെ വീട്ടിലെ ചോരയാണെന്ന് വരെ അവള് പറഞ്ഞില്ലേ? ശാരദാമ്മയ്ക്ക് സത്യങ്ങളെല്ലാം അറിയാം. ഇത്രയും ചതിയും വഞ്ചനയും ഇവരുടെ ഉള്ളിലുണ്ടെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലല്ലോ. മോളകത്ത് പോയി വല്ലതും കഴിക്ക്. അച്ഛന് പോവുകയും ചെയ്യാലോ. അച്ഛനെ കണ്ട് കൊതി തീർന്നില്ല ശാരദാമ്മേ. നമുക്ക് 1-2 സെൽഫി എടുക്കാം അച്ഛാ. അതിനെന്ത്, എടുക്കാലോ. പക്ഷേ സെൽഫി എടുത്തു കഴിഞ്ഞ് അച്ഛനെ പോകാൻ അനുവദിക്കണം. നാളെ പോവാ അച്ഛാ. ഇന്നെനിക്ക് അച്ഛന്റെ അമ്മയുടെ ഒപ്പം കിടക്കണം, കഥകൾ പറയണം, അച്ഛൻ പറയണ കഥകൾ കേൾക്കണം, എന്നിട്ട് സത്യമോക്ക് ഉറങ്ങണം. എന്റെ മോളെ, നിന്റെ മനസ്സിൽ നീ കണക്ക് കൂട്ടി വെച്ചിരിക്കുന്ന ആഗ്രഹങ്ങൾ കാണുമ്പോ ഇടനെഞ്ച് പൊട്ടുക. ഒരച്ഛന്റെ സ്നേഹം ഇത്രത്തോളം ആഗ്രഹിക്കുന്ന ഒരു മകളും വേറെ ഉണ്ടാവില്ല. നിന്നെ ഇങ്ങനെ വിട്ടുവേഷം കെട്ടി കബളിപ്പിക്കുന്നതിന് ഈ അമ്മയോട് പൊറുക്കണം മോളെ. അമ്മയുടെ നിവൃത്തികേട് കൊണ്ട്. എന്താ അച്ഛാ ആലോചിക്കുന്നേ? മോളെ ഫോണിങ്ങിതാ, നമുക്ക് സെൽഫി എടുക്കാം. എങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ടോ? നന്നായിട്ടുണ്ട് അച്ഛാ. ദേ, അച്ഛൻ വാക്ക് പാലിച്ചു. ഇനി സത്യമോള് വാക്ക് പാലിക്കണം. നാളെ പോയാ പോരെ അച്ഛാ? പറ്റില്ല മോളെ. അച്ഛൻ പറഞ്ഞില്ലേ, അടുത്ത ലീവിന് വരുമ്പോ അച്ഛൻ സത്യമോളോടൊപ്പം ഒരാഴ്ച നിൽക്കാം. ആ ഒരാഴ്ചയും നമ്മൾ ടൂറിലായിരിക്കും. അമ്മയും കൂട്ടാം. ആഹാ, അപ്പൊ എന്നെ കൊണ്ടുപോകൂല? ശാരദാമ്മയും പോന്നോട്ടെ അച്ഛാ, പാവമല്ലേ? ഓക്കെ, എങ്കിൽ ശാരദാമ്മയും കൂട്ടാം. പക്ഷേ ഇപ്പൊ എന്റെ മോള് നല്ല കുട്ടിയായിട്ട് അകത്ത് പോണം. അച്ഛൻ പോയിട്ട് ഞാൻ പൊക്കോളാം. അത് വേണ്ട, മോള് പോ. മോളെ കണ്ടുകൊണ്ട് പോയ അച്ഛന് സങ്കടമാവും. അതുകൊണ്ട് ചെല്ല. ശരി, എന്നാ സത്യമോക്കൊരു ഉമ്മതാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.